പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ റൈറ്റ് ആട്ടാ. വെറും 4 ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ സ്പൂണും അത്ര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ വീഡിയോ സേവ് ചെയ്തൊക്കെ മറക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് അവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പാലും ബന്നുമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ബന്നാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ആണെങ്കിലും എടുക്കുക. ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സോക്കാവട്ടെ. ആ സമയത്ത് നമുക്ക് 2 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സോക്കായിട്ട് വന്നിട്ടുള്ള ആ ഒരു ബന്നും പാലും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം ഒന്ന് കൂളായി കഴിഞ്ഞാൽ ഇതേപോലെ ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്